നമ്മൾ ഏത് ജോലി ചെയ്യുകയാണെങ്കിലും ആ ജോലിയിൽ വളരെ ആത്മാർത്ഥതയോട് കൂടെ ചെയ്യാൻ നമുക്ക് സാധിക്കണം. ഇനി നമ്മൾ വളരെ ആത്മാർത്ഥതയോട് കൂടെ ജോലി ചെയ്തു, പക്ഷേ കമ്പനിക്ക് നമ്മളോട് അത്ര ആത്മാർത്ഥത ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതൊക്കെയാണ് ഇന്ന് സംസാരിക്കുന്ന ആശയം. അൻസാർ മുഹമ്മദ് ബിദിയോ, നമ്മൾ നമ്മൾ ഏത് ജോലി ചെയ്യുമ്പോൾ പല ജോലിയും നമുക്ക് ജോലി ചെയ്യുന്ന ആളുകൾ രണ്ടായി തരംതിരിക്കാം. ഒന്ന്, അവരെ ജോലി ശമ്പളം കുറവായിരിക്കും, എന്നാലും അവർ രാവിലെ നേരത്തെ ഓഫീസിലെത്തും. അവർക്ക് കൊടുത്തിരിക്കുന്ന ആക്ടിവിറ്റി മുഴുവനും അവർ ചെയ്യും. ചിലപ്പോൾ സമയം ഒന്നും നോക്കില്ല, രാവും പകലും കമ്പനിക്ക് വേണ്ടി അധ്വാനിക്കും, നല്ല ഉഷാറായിട്ട് പെർഫോം ചെയ്യും. കമ്പനി അവരെ ഏൽപ്പിച്ച കാര്യം എന്താണോ അത് വളരെ മനോഹരമായിട്ട് അവർ ചെയ്യും. ഇങ്ങനത്തെ ആളുകളെ കാണാം. ചില ആളുകൾ നിലവിൽ എൻ്റെ ജോലിക്ക് ഭീഷണിയൊന്നുമില്ല, നല്ല ശമ്പളം കിട്ടുന്നുണ്ട്, മുതലാളിയാണെങ്കിൽ ഇവിടെ ഇല്ല, എപ്പോഴെങ്കിലൊക്കെ വരുള്ളൂ, അപ്പം എനിക്ക് വളരെ കുറച്ച് പണിയുള്ള ആളാണ്, അങ്ങനെ ചെയ്ത് ഇങ്ങനെ കൊടുത്ത് പോയാൽ മതി എന്ന് പറഞ്ഞ് ജോലി ചെയ്യുന്ന ഒരു കാറ്റഗറി ആളുകളെ നമുക്ക് കാണാം. അപ്പം നമ്മൾ ഏത് ജോലിയാണെങ്കിലും നമ്മുടെ കുടുംബം കഴിഞ്ഞു പോകുന്നത്, നമ്മുടെ മാതാപിതാക്കൾ ജീവിക്കുന്നത്, നമ്മുടെ മക്കൾ പഠിക്കുന്നത്, അവരുടെ ഭക്ഷണം ഇതൊക്കെ നമുക്ക് തരുന്നത് ആ ഒരു കമ്പനിയാണ്. അപ്പോൾ ആ നിനക്ക് ആ കമ്പനിയോട് വളരെയധികം ആത്മാർത്ഥതയോട് കൂടെ ജോലി ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകണം. എന്തിനറിയോ? നമ്മുടെ മനസാക്ഷിയോട് നമുക്ക് ചോദ്യം ഉണ്ടല്ലോ, ഞാൻ ഈ ചെയ്യുന്നത് ശരിയാണോ? എനിക്ക് കിട്ടുന്ന ശമ്പളത്തിനനുസരിച്ച് ഞാൻ ആ കമ്പനിയോട് ഡെഡിക്കേറ്റായി വർക്ക് ചെയ്യുന്നുണ്ടോ എന്നാണ്. ഇപ്പം എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അദ്ദേഹം എപ്പോഴും അദ്ദേഹത്തിൻ്റെ ലാപ്ടോപ്പ് ഓപ്പൺ ചെയ്യുന്നു, എന്ത് തമാശയും ഉണ്ടെങ്കിലും ജോലി കഴിഞ്ഞിട്ടേ വേറെ കാര്യമുള്ളൂ. അപ്പം അദ്ദേഹത്തിൻ്റെ മീറ്റിങ്സുകൾ എപ്പോഴും ഓൺലൈൻ മീറ്റിങ്ങുകളായിരിക്കും, അതിനുവേണ്ടി കുറേ ട്രാവൽ ചെയ്യുന്നു. അപ്പം ജോലി 1, 2, 3 ജോലി തന്നെ വളരെ കമ്മിറ്റഡ് ആയിട്ട് പോകുന്നു. അദ്ദേഹം വളരെ ഉഷാറായിട്ട് ആ കമ്പനിയിൽ ഇങ്ങനെ ഓരോ പൊസിഷൻ ഇങ്ങനെ കയറി പോകുന്നു, പ്രമോഷനായി ഇന്ന് നല്ല ഒരു ശമ്പളം വാങ്ങുന്ന, ഒരുപാട് രാജ്യങ്ങളുടെ ഓപ്പറേഷൻ കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത് അദ്ദേഹമാണ്. അപ്പം നമ്മൾ അതേസമയം ഇതേപോലെ ആത്മാർത്ഥമായി ചെയ്യുന്ന ഒരാളുണ്ട്, അദ്ദേഹത്തിന് കമ്പനിയിൽ വലിയ പ്രാധാന്യമൊന്നും കിട്ടുന്നില്ല. അപ്പോൾ അദ്ദേഹം ഞാൻ എന്തിനാണ് ഇങ്ങനെ അപ്പം ചില ആളുകൾ അവരുടെ കമ്പനിയിലുള്ള ആളുകൾ തന്നെ പറയും, നീ എന്തിനിങ്ങനെ ആത്മാർത്ഥമായിട്ട് പണിയെടുക്കണത്, എന്നിട്ട് പല നേട്ടമുണ്ടോ, ഞങ്ങളെ പോലെ ഇങ്ങനെ ഉടായ്പായിട്ട് പോയാൽ മതി, ശമ്പളം കിട്ടിയാൽ പോരെ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. ഇല്ല, നമുക്ക് നമ്മോട് ആത്മാർത്ഥതയുണ്ടെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ നല്ല ഒരു വാല്യൂ സിസ്റ്റം ഉണ്ടെങ്കിൽ, നമ്മൾ എവിടെയാണോ ജോലി ചെയ്യുന്നത് ആ കമ്പനി നമ്മളെ ഹയർ ചെയ്തത് എന്തിനാണോ അതിനു വേണ്ടി നമ്മൾ ജോലി ചെയ്യും. ഇനി വേറെ ഒരു ആളുടെ കഥ പറയാം. അദ്ദേഹം ആ കമ്പനിയിൽ വളരെ നല്ലവണ്ണം പെർഫോം ചെയ്യുന്ന ഒരു ജോലിക്കാരനാണ്. അഥവാ എന്ത് കൊടുത്താലും അത് ഉത്തരവാദിത്വത്തോടു കൂടെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വേറൊരാളുണ്ട് അവിടെ. അപ്പോൾ അദ്ദേഹം ഇത്ര ഉഷാറൊന്നുമല്ല, കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ അറിയാവുന്ന ഒരാൾ. പക്ഷേ കമ്പനിയുടെ ബോസിന് എപ്പോഴും ഈ കാര്യമായി പെർഫോം ചെയ്യാത്ത ഇങ്ങനെ ഇരിക്കുന്ന ഇയാളോടാണ് ഒരു താല്പര്യം. എപ്പോഴും ചില ആളുകൾക്ക് അങ്ങനെയാണ്, ചില വ്യക്തികളോടാണല്ലോ താല്പര്യം. എന്നാൽ ഇയാൾ ഈ നല്ല പെർഫോം ചെയ്യുന്ന അയാൾ എപ്പോഴും വർക്ക് ചെയ്യാനൊക്കെ അയാൾ വേണം, കമ്പനിയുടെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോകാനൊക്കെ അദ്ദേഹം വേണം. പക്ഷേ ഈ ശമ്പളം, മറ്റു കാര്യങ്ങൾ, പരിഗണന, ഈ വിഷയങ്ങളൊക്കെ വരുമ്പോൾ ഇയാൾ ഒരു ലോ ക്ലാസ് ആയിട്ടാണ് ഈ ബോസ് എപ്പോഴും പരിഗണിക്കുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ എപ്പോഴും പറയാം, അപ്പം പറയും, നീ ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുക, ഇന്ന് നീ അധ്വാനിച്ചാൽ, ഇന്ന് നീ പെർഫോം ചെയ്താൽ നാളെ അത് നിനക്ക് വേറെ ഒരു തരത്തിൽ പേ ഓഫ് ചെയ്യും, നമ്മൾ നല്ല കമ്പനിയിലേക്ക് അദ്ദേഹം എത്തിപ്പെടും. അപ്പം ഇദ്ദേഹം എത്ര ഉഷാറായി ചെയ്താലും ബോസിന് അത് പറ്റില്ല. എന്നാൽ മറ്റേ ആൾ എത്ര ഉടായ്പായാലും ബോസിന് അയാളാണ് ഇഷ്ടം. ഇയാൾ ഒരു ലോ ക്ലാസ് ആയിട്ട് ഇങ്ങനെ നിൽക്കും, അത് ഇയാളെ മനസ്സിലുണ്ട്. അപ്പോൾ ഇയാളുടെ സ്കില്ലുകളൊക്കെ ഒന്നുകൂടെ ഷാർപ്പൺ ചെയ്തു. അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് അദ്ദേഹം പഠിച്ചെടുത്തിട്ട് അദ്ദേഹം സ്വന്തമായിട്ട് സ്ഥാപനങ്ങൾ തുടങ്ങി. എന്നിട്ട് സ്വന്തമായി സ്ഥാപനം തുടങ്ങിയിട്ട് അദ്ദേഹം വളരെ ഉഷാറായിട്ട് ആ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകുന്നു. അപ്പം ഞാൻ പറയുന്നത്, നമ്മൾ എവിടെ വർക്ക് ചെയ്താലും ആത്മാർത്ഥതയോട് കൂടെ നമ്മൾ വർക്ക് ചെയ്യണം. അങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ നാളെ നമുക്കതിന് ഉപകാരം കിട്ടും. നമ്മൾ ശമ്പളം വാങ്ങുന്നു, മര്യാദയ്ക്ക് പണിയെടുക്കുന്നില്ല. അപ്പോൾ ഒന്ന് ആലോചിച്ചു, നമ്മോട് തന്നെ നമുക്കൊരു ആത്മാർത്ഥത ഇല്ലാതെ വരികയാണ്, നമ്മെ തന്നെ കബളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ പറയുന്നത്, എന്ത് ജോലി ആയാലും വളരെ ഉഷാറായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റണം. ഇപ്പോൾ വാട്സപ്പിൽ നമ്മളോട് നമ്മുടെ സെയിൽസ് വീഡിയോ കണ്ടിട്ട് ഒരാൾ ചോദിച്ചു,
ഞാനൊരു കമ്പനിയിൽ സെയിൽസ് മാനേജറാണ്. ഞാൻ വർഷങ്ങളായി വന്ന സമയത്ത് എനിക്ക് വളരെ കുറഞ്ഞ ശമ്പളമായിരുന്നു. അപ്പോൾ അങ്ങനെ പടിപടിയായിട്ട് എനിക്ക് ശമ്പളം ഇങ്ങനെ കൂട്ടിത്തരുന്നു. പക്ഷെ പുതിയ വരുന്ന ആളുകൾക്കൊക്കെ നല്ല ശമ്പളമാണ് കൊടുക്കുന്നത്. ഞാൻ ആ പഴയ വന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് എന്നോട് ആ ഒരു മനോഭാവമാണ് ഇപ്പോഴും കമ്പനി കാണിക്കുന്നത്. എന്താ ചെയ്യുക? അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഓക്കെ, നിങ്ങൾ ഈ പറയുന്നത് എനിക്കറിയണം, എനിക്ക് നിങ്ങളറിയില്ല, നിങ്ങൾ ഉഷാറാണ് നിങ്ങളാ പറയുന്നത്, എനിക്കറിയില്ല. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ വളരെ ആത്മാർത്ഥമായിട്ടാണ് പണിയെടുക്കുന്നത് എങ്കിൽ, നിങ്ങൾ വളരെ ഉഷാറായിട്ട് പെർഫോം ചെയ്യുന്നു എന്ന് വിചാരിക്കാം. ഇങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്തിട്ട് നിങ്ങൾ നല്ല കഴിവും സ്കില്ലുകളും ഒക്കെയുള്ള, നല്ല കമ്മ്യൂണിക്കേഷനുള്ള, നല്ല ഒരു ലീഡർഷിപ്പ് മനോഭാവമുള്ള വ്യക്തിയാണ്, അഥവാ നിങ്ങൾക്ക് കിട്ടുന്ന ശമ്പളത്തെക്കാൾ കിട്ടാൻ അർഹതയുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ എന്ന പൂർണ്ണമായ ബോധ്യവും ആത്മവിശ്വാസവും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങളുടെ പ്രവർത്തനങ്ങളെ വാല്യൂ ചെയ്യുന്ന ഒരു കമ്പനി നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ പുതിയ ഒരു കമ്പനി നേടുക. അപ്പം നിങ്ങൾക്ക്, ഞാൻ പറഞ്ഞത്, സ്കില്ല് വേണം. നിങ്ങൾക്ക് മാത്രം തോന്നിയാൽ പോരാ. ഇനി പുതിയൊരു കമ്പനിയെ അപ്രോച്ച് ചെയ്യുമ്പോൾ അവർക്കും കൂടെ തോന്നണം ഞാൻ ഉഷാറാണ് എന്നുള്ളത്. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമ്പനി മാറണം. കാരണം നിങ്ങൾ നല്ലവണ്ണം പെർഫോം ചെയ്യുകയും കമ്പനിക്ക് വലിയ നേട്ടം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുന്നു. പക്ഷെ കമ്പനിക്ക് എപ്പോഴും ഒരു ശമ്പളത്തിൻ്റെ കാര്യം വരുമ്പം ആ ഒരു മനോഭാവമാണെങ്കിൽ ആ ഒരു കമ്പനി നിങ്ങൾക്ക് പറ്റിയ കമ്പനിയല്ല. നിങ്ങളവിടെ ജോലി ചെയ്തു, നിങ്ങൾക്ക് അവർ ശമ്പളം തന്നു, നിങ്ങളുടെ കുടുംബം അതുകൊണ്ട് കഴിഞ്ഞുപോയി, നിങ്ങൾ വളരെ ആത്മാർത്ഥമായി ജോലി ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു ഗ്രോത്തിലേക്ക് വരുമ്പം അത് നിങ്ങൾക്ക് പറ്റിയ ഒരു സ്ഥലമല്ല. അപ്പം എന്ത് വേണം? ആ ജോലി വിടാതെ, കാരണം നിങ്ങളെ മുതലാളി തരാത്തതുകൊണ്ടല്ലേ, ആ ജോലി വിടാതെ ഒന്ന് നിലവിലുള്ള കമ്പനിയുമായി നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. നിങ്ങൾ സ്കില്ലുള്ള ആളാണെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ വേറെ നിങ്ങളെ വാല്യൂ ചെയ്യുന്ന ഒരു ജോലി നമ്മൾ കണ്ടെത്തണം, എന്നിട്ട് മാറണം. പക്ഷേ ഇപ്പോഴാണെങ്കിലും ഇനി വരാനുള്ള കമ്പനിയാണെങ്കിലും ഏത് ജോലിയിലാണെങ്കിലും 110% ആത്മാർത്ഥതയോടുകൂടെ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് ആ കമ്പനിക്ക് നേട്ടമുണ്ടാക്കി കൊടുക്കാൻ, ഏത് കമ്പനിയും ഒരാളെടുക്കുന്നതിനാ ചില പ്രത്യേകമായ ടാസ്കുകൾ ഈ കമ്പനിക്ക് വേണ്ടി ചെയ്തു തരാൻ വേണ്ടിയാണ്. അത് ചെയ്യാൻ പറ്റുന്ന ആത്മാർത്ഥതയോടുകൂടെ ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാം. ഒന്നുകൂടെ ഞാൻ അവസാനിപ്പിക്കാം. നമ്മൾ ജോലിയിൽ മടി കാണിച്ച് ഉടായിപ്പായി നടന്നാൽ അത് നമ്മൾ ആ കമ്പനിയോട് ചെയ്യുന്ന ചതിയല്ല, നമ്മൾ നമ്മുടെ സ്വത്വത്തോട് ചെയ്യുന്ന ചതിയാണ്. നമുക്ക് എവിടെ എത്താൻ പറ്റില്ല. നമ്മൾ കളങ്കരഹിതരായ ആത്മാർത്ഥമായി വർക്ക് ചെയ്യുമ്പോഴേ നമുക്ക് എത്താൻ പറ്റുള്ളൂ. നമ്മുടെ മനസ്സിൽ കളങ്കമുണ്ട്, നമ്മളെ ജോലിയിൽ പെർഫോം ചെയ്യുന്നില്ല, അങ്ങനെയുള്ള നമ്മളെ ജീവിതത്തിൽ എവിടെയും നമ്മൾ എത്തിപ്പെടില്ല, നമ്മൾ രക്ഷപ്പെടില്ല. ഇനി ജാക്ക്പോട്ടായിട്ട് നിങ്ങൾ രക്ഷപ്പെട്ടാലും നിങ്ങളുടെ മനസ്സിൽ ആ ഒരു ആത്മസംതൃപ്തി ഉണ്ടാവില്ല, ആ ഒരു ഗ്രാറ്റിഫിക്കേഷൻ നിങ്ങളുടെ മനസ്സില്ല. എപ്പോഴും ഒരു കുറ്റബോധം ഉണ്ടായിരിക്കും, എപ്പോഴും ഒരു കുത്ത് നമ്മുടെ മനസ്സിനുണ്ടായിരിക്കും. അതുകൊണ്ട് ഏത് ജോലിയിലാണെങ്കിലും നല്ലവണ്ണം പെർഫോം ചെയ്യുക. നല്ലവണ്ണം പെർഫോം ചെയ്തിട്ട് നല്ല കഴിവുണ്ട്, ഇപ്പം നിൽക്കുന്ന കമ്പനിയുടെ സാഹചര്യത്തിൽ അത് പറ്റില്ലെങ്കിൽ അവരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അവർ അതിന് വേണ്ടത് ചെയ്യാൻ തയ്യാറല്ലെങ്കിൽ നല്ല അവസരങ്ങൾ, ജോലികൾ ഒക്കെ കണ്ടെത്തി നമ്മുടെ കരിയർ മനോഹരമാക്കുക. എപ്പോഴും ആത്മാർത്ഥതയോടെ നമ്മുടെ ജോലിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം. വീണ്ടും മറ്റൊരു ആശയവുമായി കാണാം. താങ്ക് യു വെരി മച്ച്.